പെട്ടെന്ന് തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ല കൾച്ചർ.ഇൻ. ഞാനൊരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഓൺ ബ്രാൻഡ്. പരിചയം ഒന്നുമില്ല, ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല ബുദ്ധിമുട്ടുകളും പല കടമ്പകളും കടക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഞാൻ ഒന്നുമില്ലായ്മയെന്ന് വന്നതാണ്. ഭയങ്കര ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല എൻ്റെത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ്, ഷോപ്പ് ഇപ്പൊ തുടങ്ങണ്ട, ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ്ട, മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. സോഷ്യൽ മീഡിയ വഴിയാണ് കുറെ പേര് നമ്മുടെ ഷോപ്പ് കണ്ടുപിടിച്ച് വരാൻ തുടങ്ങിയത്. പക്ഷെ ആദ്യം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിന് റെന്റ് കൊടുക്കാൻ പോലും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. കുറച്ച് നാൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും വിചാരം നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും, ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് പോകും. അങ്ങനെയാണ് ഒരിക്കലും അല്ല. നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതെ, എൻ്റെ ആഗ്രഹം എന്നോടൊപ്പം തന്നെ വളർന്നു. പക്ഷേ +2 കഴിഞ്ഞു. ഞാൻ ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. സക്സസ്ഫുൾ എന്ന് ഞാൻ മീൻ ചെയ്യുന്നത്, എൻ്റെ രീതിയിലുള്ള സക്സസ് എന്ന് പറയുമ്പം എനിക്ക് മുമ്പ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഉമ്മ എനിക്ക് 6 months ഉള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ വളർത്തിയത്. അപ്പോൾ പുള്ളിക്കാരി എനിക്കിപ്പം ലോകം കാണിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ രീതിയിൽ അതൊക്കെയാണ് എൻ്റെ സക്സസ്. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് നമ്മളോടൊപ്പം കൾച്ചർ.ഇൻ ബുട്ടീക് ഫൗണ്ടർ ഷനാന നൌഷാദ്. ഹായ് ഷനാന. സുഖമായിട്ടിരിക്കുന്നു. ഷനാന, ഈ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത്. സാധാരണ ബുട്ടീക്കുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരേ അല്ല ഇതിൽ വന്നിരിക്കുന്നത്. കൾച്ചർ.ഇൻ എങ്ങനെയാണ്, എവിടുന്നാണ്, എന്തുകൊണ്ട് ഈ ഒരു പേര് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? ആക്ച്വലി നമ്മുടെ ഒരു ഓൺ ബ്രാൻഡ് തുടങ്ങാം എന്നുള്ളൊരു ഡിസ്കഷനിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ഒരു നെയിം അങ്ങനെ ചൂസ് ചെയ്താണ് കൾച്ചർ.ഇൻ എന്നുള്ളത്. നമുക്ക് ഡിഫറെന്റ് കൾച്ചേഴ്സിലുള്ള അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊരു പേരാണ് അല്ലെ. പല കൾച്ചറിലുള്ള ഡ്രസ്സുകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പേരിട്ടു അല്ലെ. പക്ഷെ ഈ കൾച്ചർ.ഇൻ തുടങ്ങിയത് നിങ്ങൾ ആദ്യം ഓൺലൈനിലായിട്ടാണ് അല്ലെ. അതിപ്പോ 4 years ആയി. തീർച്ചയായിട്ടും ഓൺലൈനിൽ മിക്കവരും ആദ്യം തുടങ്ങുന്നത് പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അധികം ഫിസിക്കൽ സ്റ്റോറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ജസ്റ്റ് സേഫ് ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓൺലൈനിൽ, എന്നിട്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു ഫിസിക്കൽ സ്റ്റോറിലേക്ക് പോകാം എന്നുള്ളതാണ് പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു അല്ലേ. അത് തന്നെയായിരുന്നു ഷനാനയുടെയും ഒരു ഡിസിഷൻ? അതെ, അങ്ങനെ ചെയ്തായിരുന്നു. ആണോ? അപ്പോൾ 4 years ആയിട്ട് ഓൺലൈനിൽ തുടങ്ങി, അത് കഴിഞ്ഞ് 2 years ആയിട്ട് ഇപ്പോ ഫിസിക്കലായിട്ടും സ്റ്റോർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് പോകുന്നു, ആൾക്കാർക്ക് ഇഷ്ടമാവുന്നു കളക്ഷൻസ്. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഒരു ബുട്ടീക്കും തുടങ്ങി, ഐ മീൻ ഒരു സ്റ്റോർ ആയിട്ട് ഇട്ടിട്ടുണ്ടാവുക അല്ലേ. ഇപ്പൊ കൾച്ചർ.ഇൻ ഉള്ളത് ആലപ്പിയിൽ മാത്രമാണ്. ആലപ്പിയിൽ നമുക്ക് 2 ഷോപ്പുണ്ട്. ആഹാ, ഓ ഓക്കെ. അപ്പോ ഈ ഒരു പേര് ഹസ്ബൻഡും ഷനാനയും കൂടെ ചേർന്നിട്ടതാണ്. ഷനാന, നമ്മുടെ നാട്ടിലിപ്പോൾ എത്രയധികം ബുട്ടീക്സ് ഉണ്ട്, ഒരുപാട് ടെക്സ്റ്റൈൽസും ബുട്ടീക്സും നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇത്രയും ബുട്ടീക്സിന്റെ ഇടയിൽ ഷനാനയും പുതിയതായിട്ട് ഓൺലൈനിൽ തുടങ്ങി, അത് നല്ല രീതിയിൽ പോകുന്ന കണ്ടിട്ടാണെങ്കിലും ഒരു ഓഫ്ലൈൻ സ്റ്റോറും കൂടെ തുടങ്ങുമ്പോൾ ഷനാനയുടെ സ്റ്റോറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന് ആഗ്രഹിച്ച് തന്നെയല്ലേ തുടങ്ങുന്നുണ്ടാവുക? എന്തായിരിക്കും ആ ഒരു പ്രത്യേകത? ആക്ച്വലി നമ്മൾ കൂടുതലും പെട്ടെന്ന് തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ല കൾച്ചർ.ഇൻ. ഞാനൊരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഓൺ ബ്രാൻഡ്. ആ ടൈമിൽ അത്രത്തോളം ചിന്തിച്ചില്ല. ഒരു ഡിസൈനർ ആകണമെന്നേ ഉള്ളായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് ആ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ആഗ്രഹം. നമ്മൾ ടിവിയിലൊക്കെ ഈ ഫാഷൻ ഷോസ് ഒക്കെ അതൊക്കെ കാണാറുണ്ടായിരുന്നു. കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ റാം വോക്ക് ചെയ്യുമ്പോൾ ഞാൻ കോസ്റ്റ്യൂമാ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അടുത്തിരുന്ന് ആരോട് ചോദിച്ചു, ഇത് ആരാണ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന? അങ്ങനെ അപ്പോഴാണ് ഇത് ഡിസൈനേഴ്സ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ടൈം തൊട്ട് എൻ്റെ കൂടെ പഠിക്കുമ്പോ തുടങ്ങിയ ഒരു ആഗ്രഹം അത് ഇന്നിപ്പോ അത് ലൈഫിലേക്ക് എടുത്തിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ. ഓക്കെ,
അപ്പം ആ ഒരു ജേർണി അന്ന് തുടങ്ങിയപ്പോ തന്നെയും അന്ന് ഒരു കൊച്ചു കുട്ടിയല്ലേ, അവൾക്ക് ആ കുഞ്ഞിനൊന്നും അറിയുന്നില്ല, ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് എങ്ങനെയൊക്കെയോ അട്രാക്ട് ചെയ്തു നല്ലത്. അപ്പം പിന്നെ ഡിസൈനിങ് അതിന് വേണ്ടിയിട്ട് പഠിച്ചോ ഷനാന? ഇല്ല, എനിക്ക് ഡിസൈനിങ് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം എന്നോടൊപ്പം തന്നെ വളർന്നു. ആ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഉം, പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. ഉം, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആ, അങ്ങനെ പിന്നെ ബികോം ആണ് പിന്നെ പഠിച്ചത്. ഉം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആഫ്റ്റർ മാരേജ് അങ്ങനെ ഹസ്ബൻഡിന് അറിയായിരുന്നു എനിക്കിത് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആ, അങ്ങനെ പിന്നെ ഇതിലേക്ക് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഉം, അപ്പം എനിക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാനായിരിക്കും പുള്ളിക്കാരൻ പറയുന്നതെന്നാണ് മനസ്സിൽ. ഉം, അപ്പം ഞാൻ ചോദിച്ചു, ജോലി നോക്കാനാണോ ഉം, എന്നുള്ള ഇതിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജോലിയല്ല, നിനക്ക് നിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ഇല്ലേ, ഉം, ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇഷ്ടമല്ലേ, പഠിക്കാൻ പോയിക്കൂടെയും ചോദിച്ചു. ഉം, അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഈ പ്രായത്തിൽ ഇനി പഠിക്കാൻ കുഞ്ഞായി, ആ സമയത്ത് കുഞ്ഞൊക്കെ ആയി, എനിക്ക് ആ, പഠിക്കാൻ പോകാനായിട്ടുള്ള ഒരു പ്ലാൻ സാഹചര്യം ഇല്ലായിരുന്നു. ഓക്കെ. അങ്ങനെ അപ്പോൾ പറഞ്ഞു, നിന്റെ ഓൺ ബ്രാൻഡ് തുടങ്ങ്, ഉം, ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുന്നിങ്ങനെ പറഞ്ഞു. ആ, അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ആ ഒരു എൻ്റെ അത്രയും വലിയൊരു ഡ്രീം പെട്ടെന്ന് ഏഹ്, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ഓക്കെ. അപ്പം അച്ഛനും അമ്മയ്ക്കും അതിനോട് പിന്നീട് യോജിപ്പായിരുന്നോ ഇത് തുടങ്ങാൻ പോണൂന്ന് ഇല്ല, അറിഞ്ഞപ്പോ? എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ തന്നെ ഇപ്പോഴും സ്റ്റിൽ ആരും അങ്ങനെ അത്ര സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ബിസിനസ്സിലേക്ക് വന്നു, അത്യാവശ്യം ഇതായിന്ന് കാണുന്നോണ്ട് ആൾക്കാരുണ്ട് കൂടെ. ഓക്കെ. അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ആരും ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരാള് മാത്രമായിരുന്നു കൂടെ അതെ ഉണ്ടായിരുന്നെ, അതെ. നൗഷാദ്. അല്ലല്ല, ആ, അതെന്റെ ഫാദറാണ്. ആണോ? അൽത്താഫ് ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ്. പേര് അദ്ദേഹം എന്ത് ചെയ്യണു? അൽതാഫ്. അൽത്താഫ് സൗദിയിലാണ്, ഉം. എഞ്ചിനീയർ ആണ്. ഓക്കെ. ഷനാനയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ബിസിനസ്സിനോടൊക്കെ താല്പര്യം വരണമെങ്കിൽ സാധാരണ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് അതിനോടൊക്കെ കൂടുതലൊരു താല്പര്യം വരിക. ഷനാനയുടെ അച്ഛനോ അമ്മയോ വല്ലതും ബിസിനസ്സിലായിരുന്നോ? ഇല്ല, ബിസിനസ്സിൽ ആരും ഇല്ല. എനിക്കങ്ങനെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നോ? ഉം. അല്ലാതെ തന്നെയാണ് ഇങ്ങനൊരു ഇഷ്ടം തോന്നിയത്. അപ്പൊ അതെ അന്ന് ആ ചെറുപ്പത്തിലെ കുഞ്ഞു കുട്ടി ഒരു റാമ്പ് വാക്ക് കണ്ടു. ആ അതെ ഡ്രസ്സിലൂടെ തോന്നിയ ഒരു ഇഷ്ടമാണ് അതെ പിന്നീട്. അതെ. ഓക്കെ. അപ്പം അത് കോളേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പിന്നെയും നമുക്കിങ്ങനെ പഠിക്കണം, ഇതിനോടൊക്കെ താല്പര്യം വരും. വീട്ടുകാർ സമ്മതിക്കല്ലോ നാച്ചുറലി. അതെ. ഫാഷൻ ഡിസൈനിങ് ഉം. എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സ്കോപ്പ് കുറവാണ്. വേണ്ട, അതെ നീ വേറെ പഠിച്ചാൽ മതി. നാച്ചുറലി പാരന്റ്സ് അങ്ങനെ പറയും. അതെ പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് ബികോം പഠിക്കാൻ പോയി അല്ലേ? അതെ. പക്ഷെ ആ സമയത്തും അതിന് ശേഷമാണെങ്കിലും ഷനാനയുടെ ഉള്ളിന്റെ ഉള്ളില് ഇനിയും അയ്യോ തിരിച്ചു വരണം, തിരിച്ചു അതെ വരണം, ആ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. ഉം. അപ്പം എന്നിട്ടും പിന്നീടും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും പിന്നെ ഇതിന്റെ ഒരു കോഴ്സ് ഒന്നും എടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല? ഇല്ല, ശ്രമിച്ചിരുന്നില്ല. ഉം. ഹസ്ബൻഡ് എന്നോട് എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതാണ് വന്നത്. ഹാ അപ്പം നമ്മൾ എൻ്റെ ഓൺ ബ്രാൻഡ് തുടങ്ങാം. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൺലൈനായിട്ടാണ് തുടങ്ങിയത്. ഹാ ഓൺലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കുറച്ച് ഹാൻഡ് പിക്ഡ് കളക്ഷൻ, ആ സമയത്ത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഉം, ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഉം, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഉം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ അങ്ങനെ അത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ. അപ്പൊ ഇത് ഓൺലൈനിൽ തുടങ്ങിയപ്പോ ആദ്യമേ എന്താ സാരിയാണോ തുടങ്ങിയത് അതോ ചുരിദാസ് ആയിരുന്നോ, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ചുരിദാറായിരുന്നു ആദ്യം തുടങ്ങിയത്. ഓക്കെ. റെഗുലർ വെയർ ചുരിദാറാണ്. അതെ അതെ അതെ. ഓ, ഓക്കെ. അങ്ങനെ ഇട്ട് തുടങ്ങി. അപ്പം ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണല്ലോ ഒരു ഉം. ഓൺലൈനിലേക്ക് അതെ. വരുമ്പോഴത്തേക്കും. ഷനാന ഒരു സെലിബ്രിറ്റി അല്ല. അപ്പൊ ഇതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്? അത് ആദ്യം നമ്മൾ വാട്സപ്പ് ത്രൂ ആയിരുന്നു. ഉം, നമ്മളുടെ ഇടയിലൊക്കെ തന്നെ ഉള്ള ആൾക്കാരായിരുന്നു ആദ്യം നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ, പിന്നെ പതുക്കെ പതുക്കെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി. ഉം, കുറച്ച് കുറച്ചായിട്ട് ഉം, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. ഉം, പക്ഷെ ആ ടൈമിലൊന്നും ഒട്ടും എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയെ പറ്റി അത്രത്തോളം ഇതില്ലാത്തതുകൊണ്ട് ഉം, അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഉം. പിന്നെ കുറച്ച് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞാണ് പിന്നെ പതുക്കെ ആക്റ്റീവായി തുടങ്ങിയത്. ഓക്കെ. ഇത്തരത്തിലുള്ള ഓൺലൈനിൽ ഇങ്ങനെ ബുട്ടീക്ക് റൺ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും അവർക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അതെ അല്ലേ? അതെ അതെ. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടും റീൽസ്
റീൽസ് ഇട്ടും നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ബൂം ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ അതിന്റെ ആ ഒരു പോസിബിലിറ്റി ഒരുപക്ഷെ ഷനാന മനസ്സിലാക്കിയത് ഒരല്പം വൈകിട്ടാണ്. അതെ അതെ. അല്ലേ? അപ്പൊ അതാരാണ് ഇതിന് വേണ്ട ഒരു ഗൈഡൻസ്? ഇപ്പൊ എത്രയായാലും പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ആദ്യമായിട്ട് ചെയ്യണതാണ്. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. അല്ലേ? അതെ. എന്നാലും അതിന് വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിക്കോട്ടെ, ഒരു എങ്ങനെ ഇതെല്ലാം ചെയ്യണം, ഇതൊക്കെ ആരാ ഷനാനയ്ക്ക് പറഞ്ഞു തന്നതെല്ലാം? ആക്ച്വലി ഹസ്ബൻഡ് തന്നെയാണ്. ഉം. ആദ്യം നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഉം. അപ്പോൾ പുള്ളിക്കാരനും ആ സമയത്ത് ജോലി റെഡിയായി ഉം. അബ്രോഡ് പോകാൻ നിൽക്കുമായിരുന്നു. ഓ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, നിന്റെ ഡ്രീമാണിത്, ഉം. അപ്പോൾ നീ തന്നെ A to Z നോക്കണം. ഉം. അപ്പോൾ നീ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ, കുറച്ചും കൂടി ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉം. അപ്പം അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വ്യക്തിയോടൊരു നന്ദി പറയാനുണ്ട്. മീൻസ് സീന ചേച്ചി. ഉം. ആരാ അത്? അതെൻ്റെ ഒരു പേഴ്സണൽ ഡിസൈനർ ആണ്. ആ. ഞാൻ എപ്പോഴും ഡിസൈൻ ചെയ്യും. ഇവിടെ ഡിഫാബുലേറ്റ് ഡിസൈനർ ഹെഡ് ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ ചേച്ചിയായിട്ട് പരിചയമുണ്ട്. ഉം. അപ്പോൾ പുള്ളിക്കാരി ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് പറഞ്ഞു തന്നു. ഉം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഉം. പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഓട്ടോമാറ്റിക്കലി ഞാൻ തനിയെ അങ്ങനെ പിന്നെ പഠിച്ച് പഠിച്ച് അത് പഠിച്ചു. യൂസ് ചെയ്യാൻ തുടങ്ങി. അതെ അതെ. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലേക്ക് സ്വന്തം ഡ്രസ്സസ് ഷനാന ഡിസൈൻ ചെയ്യുമായിരുന്നു? ഡിസൈൻ ചെയ്യുമായിരുന്നു. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഓൺ ഡിസൈൻ, മീൻസ് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഓ, ഓക്കെ. അപ്പൊ കസിൻസിനും എല്ലാം അങ്ങനെ അതെ അതെ, ചെയ്തിട്ടുണ്ടാവണം. പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ, ഓക്കെ. അപ്പം സജഷൻ കൊടുക്കാം. വീട്ടിലുള്ളവർക്ക് ഓൾറെഡി അറിയാം ഷനാനയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനിങ് അതെ. ഒരു ആ ഒരു കഴിവുണ്ടെന്നുള്ളത്. അതെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പൊ സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് അത് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഒന്നും ഈ സ്വന്തം ഡിസൈൻസ് ഒന്നും അതിലധികം ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. കൂടുതലും റെഡിമെയ്ഡ്സ് ഒക്കെ തന്നെയായിരുന്നോ? അതെ അതെ. ആയിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നീട് എങ്ങനെയാ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങുമോ, അങ്ങനെ എന്തെങ്കിലും അതെ, ചെയ്തോ? നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് വർക്കേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഡിസൈൻ വരച്ചു കൊടുക്കും. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല, ഇപ്പൊ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ തന്നെ വരച്ച് പറഞ്ഞു കൊടുക്കും അവർക്ക്. ഇപ്പോഴും സ്റ്റിച്ചിങ് എല്ലാം അറിയാമോ? തുന്നാൻ വല്ല അറിയോ? ചെറുതായിട്ട് അറിയാം, എന്നാലും ബേസിക്സ് മാത്രം അറിയായിരിക്കും അതെ. അല്ലേ? പക്ഷെ ഡിസൈനിങ് എനിക്കിപ്പം എല്ലാം അറിയാം. അറിയാം. അതെ. ഓക്കെ. നമ്മുടെ ഷോപ്പിൽ വരുന്ന ബ്രൈഡ്സിനാണെങ്കിലും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പോൾ കട്ടേഴ്സ് ഉണ്ടാവും, ബാക്കി ടൈലേഴ്സ് അതെല്ലാം അങ്ങനെ പോണു. ടൈലറിംഗ് യൂണിറ്റ് ആയിട്ട് അതും തുടങ്ങി. ഓൺലൈനിലൂടെ ബ്രൈഡൽ വെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? നമുക്ക് ഒരുപാട് ബ്രൈഡൽ വെയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെനിക്ക് ഭയങ്കര വലിയൊരു അതിശയമുള്ള ഒരു കാര്യമാണ്. എന്നെ ഒരു പരിചയവും ഇല്ലാത്ത പുറത്തു നിന്നൊക്കെ ഉള്ള ബ്രൈഡ്സ് നമ്മുടെ അടുത്ത് ഡിസൈൻ ചെയ്യും. മീൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ഫസ്റ്റ് നമ്മുടെ ഫിസിക്കൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തൊരു 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിടാറുണ്ട്. പക്ഷെ ഒരു ബ്രൈഡൽ പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ വിശ്വസിച്ച് വന്ന ഒത്തിരി ബ്രൈഡ്സ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാവ്, ഓക്കെ. അപ്പൊ ആ ചെയ്യുന്നതൊക്കെ എന്താ? ബ്രൈഡൽസ് ചെയ്യുമ്പോ സാരീസിൽ തന്നെ വർക്ക് ആണോ? അതോ സാരീസിൽ ചെയ്യും, ലെഹങ്ക ലെഹങ്ക? ചെയ്യും, എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട്? ഗൗൺ ചെയ്യും, ക്രിസ്ത്യൻ ബ്രൈഡ് എല്ലാം ചെയ്യും. ഓക്കെ. അപ്പം സാരി എന്ന് പറയുമ്പോഴും ഡിസൈനർ വെയർ ആണോ അതോ സിൽക്കിലും ചെയ്യാറുണ്ടോ? സിൽക്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ബോർഡർ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ബ്ലൗസ് അങ്ങനെ എല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ യൂണിറ്റും ഉണ്ട് കൂടെ. ഫിസിക്കൽ സ്റ്റോറും ഉണ്ട്, യൂണിറ്റും ഉണ്ട് അല്ലേ? അപ്പോ ഒരു ഈ ബിസിനസിനെ കുറിച്ച് വലിയ പരിചയമില്ല, ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഇതൊന്നും ചെറുപ്പം മുതലേ കണ്ടിട്ടൊന്നുമില്ല. അൽത്താഫ് ആണെങ്കിലും വർക്ക് ചെയ്യാണ് അല്ലേ? അപ്പോ പരിചയം ഒന്നുമില്ല, ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല ബുദ്ധിമുട്ടുകളും പല കടമ്പകളും കടക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ? എല്ലാരും വിചാരിക്കുന്ന പോലെ എന്നാ ശരി, എന്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട്, നമുക്ക് തുടങ്ങാം, അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഷനാന ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? സ്ട്രഗിൾസ് പറയുമ്പം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഫിനാൻഷ്യലി ഒരുപാട് നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോപ്പിന് റെന്റ് കൊടുക്കാൻ പോലും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. കുറച്ച് നാള് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യം ഷോപ്പ് തുടങ്ങിയത് ഒരു പോക്കറ്റ് റോഡായിരുന്നു. അത്ര വിസിബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വോക്ക് ഇൻ കസ്റ്റമേഴ്സ് വളരെ കുറവായിരുന്നു. ജസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് അങ്ങനെ അറിയാനാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ എന്നെ അതിൽ ഹെൽപ്പ് ചെയ്തത്. അതെ അതെ. അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ് കുറെ പേര് നമ്മുടെ ഷോപ്പ് കണ്ടുപിടിച്ച് വരാൻ തുടങ്ങിയത്. പക്ഷെ ആദ്യം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. അതിപ്പോ ബിസിനസ്സിലാണെങ്കിലും
അത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഇപ്പം എല്ലാവരുടെയും വിചാരം ഈസിയാണ്. ഇപ്പം എല്ലായിടത്തും കോമൺ ആണല്ലോ, ക്ലോത്തിങ് അതെ ബുട്ടീക്ക് കോമൺ ആണല്ലോ. കോമൺ ആണ്. ഇപ്പം എല്ലാവരുടെയും വിചാരം നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും, ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് പോകും, അങ്ങനെയാണ്. ഒരിക്കലും അല്ല. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതെ ഇപ്പം നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അവർ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് കാണിക്കും. എല്ലാവരും സക്സസ് സ്റ്റോറീസ് മാത്രമേ പറയുന്നുള്ളൂ. അതെ ഫെയിൽ ആകുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ബിസിനസ്സിൽ ഫെയിലായി പോയിട്ടുള്ളത്. അതൊന്നും സോഷ്യൽ മീഡിയ അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ചാടി കയറി ബിസിനസ് തുടങ്ങുന്ന അങ്ങനത്തെ ഒരു, ഇപ്പൊ ഈ 9 to 5 അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് 9 to 5 ജോബിനെ ഭയങ്കരമായിട്ട് താഴ്ത്തിക്കൊണ്ട് ബിസിനസ്സാണ് അടിപൊളി എന്ന് പറയുന്നവരും ഉണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മൈനസും ഉണ്ട്, രണ്ടും ഉണ്ട്. ബിസിനസ് തുടങ്ങുമ്പം ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, 9 to 5 ജോബ് പോലെ അല്ല ബിസിനസ്. നമ്മൾ നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കേണ്ടി വരും. അതെ ടൈം ഇല്ല, അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മുടെ വർക്കിനെ സ്നേഹിച്ചും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അല്ലേ? അതായിരിക്കും ഒരുപക്ഷെ ആദ്യം പഠിച്ച ഒരു പാഠം പറയണതും. അതെ നമ്മൾ ആ സമയത്ത് നമ്മൾ വിട്ട് കളയുവാണെങ്കിലാണ് ഫെയിൽ ആവുന്നത്. ഇപ്പം നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ലോങ് ടേം ആണ്. ഇപ്പം ഓവർനൈറ്റ് കൊണ്ട് ഒരിക്കലും നമ്മൾ സക്സസ് ഇല്ല. അപ്പൊ നമ്മൾ അത് വെയിറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ റിസൾട്ട് പുറകെ വന്നോളൂ. ഓക്കെ. പക്ഷെ അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഷനാനയുടെ കൂടെ തളരാതെ സ്ട്രോങ് ആയിട്ട് ഷനാനനെ നിർത്തിയിരുന്നതെല്ലാം അൽത്താഫ് തന്നെയായിരുന്നു. അതെ അദ്ദേഹം അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു കൂടെ, അതോ അന്നേരത്തേക്കും പുറത്തേക്ക് പോയിരുന്നു? പുറത്താണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അവിടെ നിന്നും ഷനാനയ്ക്ക് ഉണ്ടായിരുന്നു. അതെ അല്ലേ? നമ്മൾ ബിസിനസ് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ സൊസൈറ്റി, ഫാമിലി, എല്ലാ രീതിയിലും നമ്മൾ സ്ട്രഗിൾസ് അനുഭവിക്കണം. അപ്പം അതൊക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത്. അപ്പം വീട്ടിൽ നിന്ന് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ. അപ്പം അവരെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഷനാന ബീങ് എ ലേഡി ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാര് ഡിസ്കറേജ് ചെയ്യാനും നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവിടെയൊക്കെ പിടിച്ചു നിന്നത് എങ്ങനെയാണ് ഷനാന? ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിനക്ക് നിന്റെ ഓൺ ബ്രാൻഡ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തുടങ്ങിക്കോ, ആരെയും നോക്കണ്ട, നിന്റെ തീരുമാനം, എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ. ഓക്കെ. അങ്ങനെ ഒരു ധൈര്യം എടുത്ത് ഷനാന സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന പോലെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങി 1 മാസമോ 6 മന്ത്സിനുള്ളിൽ ഒന്നും പെട്ടെന്ന് ടേൺ ഓവർ വന്നു എന്ന് വരില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നമ്മുടെ കയ്യിൽ അത് റോൾ ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരുന്നാലും ഷനാനയ്ക്ക് ആ ഒരു സ്റ്റേജ് അത്ര ഈസി ആയിരുന്നോ മുന്നോട്ട് പോവാനായിട്ട്? കാരണം ഇതിനു മുമ്പേ ബിസിനസ് ചെയ്തിട്ടില്ല, ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പൊ ഇത്രയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാലും പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലേക്ക് അത് വരുമ്പോഴത്തേക്ക് അത്ര ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയോ? ആക്ച്വലി ഞാൻ ഒന്നുമില്ലായ്മയെന്ന് വന്നതാണ്. ഭയങ്കര ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല എൻ്റെത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾ ഒരു പ്രശ്നമല്ല. പിന്നെ ഇപ്പോൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പം എല്ലാവരെയും പോലെ തന്നെ എല്ലാ രീതിയിലും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം എൻ്റെ ഈ ഒരു പാഷൻ മീൻസ് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്കതിലൊരു തുടങ്ങി വെച്ച ഒരു ഇത് ബാക്കിലോട്ട് പോയില്ല, ചിന്തിച്ചതേ ഇല്ല. വെച്ച കാലം മുന്നോട്ട് തന്നെ, അങ്ങനെ തന്നെ തോന്നി. പിന്നെ ബാക്കി പ്രശ്നങ്ങളെല്ലാം അങ്ങനെ അങ്ങ് ലൈറ്റ് ആയിട്ട് എടുത്തു, അതിനെ തിരിച്ചുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്തു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഒരുപാട് ഷനാനയ്ക്ക്? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ല, അധികം ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഒറ്റയ്ക്ക് തന്നെ പോരാടി ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ലേ? ഈ ഒരു ബുട്ടീക്കിലേക്ക് വരുമ്പോൾ, ഈ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ടൈലേഴ്സിനെ മാനേജ് ചെയ്യാന്നുള്ളത്. കാരണം മിക്കവരുടെ ഇടയിലും ഹിന്ദി ബംഗാളികളും എല്ലാം ഹിന്ദി ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. ഈവൻ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും ഇവരെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, കട്ടേഴ്സിനെയും ടൈലേഴ്സിനെയും എന്ന് പറയണത് അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതെങ്ങനെ ഷനാന? ഷനാനയ്ക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ടൈലേഴ്സ് എപ്പോഴും ഇവരെപ്പോഴും നാട്ടിൽ പോവും, പോയി കഴിഞ്ഞാൽ ഇവർ പിന്നെ തിരിച്ചു വരില്ല. വരില്ല. അന്നേരം സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പൊ ആ ഒരു നിമിഷങ്ങളിലൊക്കെ ഷനാനയ്ക്ക് തോന്നി ഞാൻ ഇത് പഠിച്ചെടുക്കണം, എങ്ങനെയെങ്കിലും എനിക്കും സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? തോന്നലുണ്ടായിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് എല്ലാത്തിനും കിടന്ന് ഓടുമ്പം സ്റ്റിച്ചിങ്ങും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ. ഓക്കെ. നമ്മുടെ ഷോപ്പിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് എല്ലാം പർച്ചേസ് ആണെങ്കിലും എല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. ഹസ്ബൻഡ് നാട്ടിലില്ല, പുറത്താണ്. ഓ, അപ്പൊ എല്ലാം കൂടെ മാനേജ് ഒറ്റയ്ക്ക് പറ്റുന്നില്ല അല്ലേ? സ്റ്റിച്ചിങ്ങും കൂടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കൾച്ചറിൽ വരികയാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊഡക്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ റെഡിമെയ്ഡ്സും അവിടെ ഉണ്ടാവും. റെഡിമെയ്ഡ്സും അവൈലബിൾ ആണ്. അതേപോലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് നമുക്ക് അവിടെ കിട്ടുക? നമുക്ക് അവിടെ കൂടുതലും ഡെയിലി വെയേഴ്സ്, ഓഫീസ് വെയർ മീൻസ് അങ്ങനത്തതാണ് കൂടുതലും. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്യോർ കോട്ടൺ, മൽക്കോട്ടൺ ഫാബ്രിക് കൂടുതൽ പ്യോർ ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു മീഡിയം ടു പ്രീമിയം കസ്റ്റമേഴ്സ് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ. ഓക്കെ. അത് സാരി മാത്രമാണോ അതോ? അല്ല, ചുരിദാറുണ്ട്, സാരി ഉണ്ട്, ബ്രൈഡൽ ഉണ്ട്. ഓക്കെ. ഡ്രസ്സസും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. സ്കേർട്ട്, ടോപ്പ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതും എല്ലാ സൈസസും ഏതൊക്കെ സൈസസ് വരെ ഉണ്ട്? നമ്മൾ റെഡിമെയ്ഡ്സ് ആണെങ്കിൽ മീഡിയം ടു XXL സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ തുന്നിയിടുന്ന കുർത്തീസും ടോപ്സും കാര്യങ്ങളും അത്തരത്തിലുള്ളതും ഉണ്ട്. നമ്മൾ കൂടുതൽ കാഷ്വൽസ് ആണ്, മീൻസ് ഒരു ഇൻഡോ വെസ്റ്റേൺ അങ്ങനെയാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ഇറക്കുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം culture.in നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടുതലും ക്ലയൻസ് എങ്ങനെയാ? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നത് ബ്രൈഡൽ വെയേഴ്സിലാണോ അതോ റെഗുലർ നോർമൽ വെയറിലാണോ? നമുക്ക് റെഗുലർ ആണ് കൂടുതൽ പോകുന്നത്. പിന്നെ ബ്രൈഡ്സ് കൂടുതലും നമുക്ക് അബ്രോഡ് ഒക്കെ ഉള്ള ബ്രൈഡ്സ് ആണ് അങ്ങനെയാ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ക്ലയൻസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും ഓൺലൈനിൽ തന്നെ തുടങ്ങിയതാണ്. ഓൺലൈനിൽ തുടങ്ങിയപ്പോൾ ഫോൺ എടുത്തു അല്ലെങ്കിൽ സിസ്റ്റം എടുത്തു, കുറച്ചും കൂടി ഈസി ആയിരുന്നു അത് അല്ലേ? ആ ഒരു ജോലിയും ഏതാണ്ടൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാലും എന്നിട്ടാണ് ഫിസിക്കൽ സ്റ്റോറിലേക്ക് വന്നത്. പക്ഷേ ഈ ഓൺലൈനിൽ തുടങ്ങി കഴിഞ്ഞപ്പോഴും ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്ന സാധനം ഇതെല്ലാം നമ്മൾ ഫോട്ടോയിലൂടെയാണല്ലോ ആദ്യം എല്ലാം ബിസിനസ് സെയിൽ നടക്കുന്നതെല്ലാം. അപ്പൊ ചില ഫോണിൽ ചിലപ്പം ഈ ഫോട്ടോയിൽ ചിലപ്പോൾ കളർ വേരിയേഷൻസ് ഒക്കെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും ഡാമേജ് വരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഏതെങ്കിലും ഒരു ക്ലയന്റിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ കളർ വേരിയേഷൻ അങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. ഓൺലൈനിൽ ഇതുവരെ അങ്ങനെ നമുക്ക് ഇഷ്യൂസ് വന്നിട്ടില്ല. ഇപ്പം അല്ലാണ്ട് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് ഇപ്പം നമ്മൾ റെഡിമെയ്ഡ്സ് ആണ്, നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്, നമുക്ക് ഗ്യാരണ്ടി ആണ്, ഒരു പ്രശ്നം വരില്ല. റെഡിമെയ്ഡ്സ് ആകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരും. അപ്പം നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന കസ്റ്റമർ സർവീസ് ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് ഒരു പ്രീമിയം സർവീസ് കൊടുക്കണമെന്നുള്ളത്. അപ്പം കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി തിരിച്ച് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് കൊടുക്കും, മാറിക്കൊടുക്കും. അല്ലാണ്ട് നമ്മൾ കസ്റ്റമറിനെ ഇതാക്കി വിടില്ല. ഓക്കെ. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ വന്ന് വാങ്ങിക്കഴിഞ്ഞ് പോയവര് പിന്നീട് തീർച്ചയായിട്ടും വരുമല്ലോ കൾച്ചറിലേക്ക്, അല്ലേ? മൾട്ടിപ്പിൾ ആയിട്ട് വീണ്ടും വീണ്ടും അവർ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടുണ്ടാവണം. ഓക്കെ. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട സർവീസിന്റെ ഒരു ഏരിയ ആണ് അല്ലേ? നമ്മൾ ചില കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പം അധികം ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ ആ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു സർവീസ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ ഇറങ്ങി വരാനും നമുക്ക് തോന്നില്ല. അപ്പം ഈ സർവീസ് ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ ചിലപ്പം അതങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 100 പേരുടെ അടുത്തെങ്കിലും അത് പറയും, ആ കടയിൽ പോകണം, നല്ല സർവീസ് ആണ്, വാല്യൂ ഫീൽ ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യം വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പം ഓൺലൈനിൽ ക്ലയൻസിൻ്റെതായിട്ടുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷനോ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഓഫ്ലൈനിലേക്ക് വരുമ്പോഴാണെങ്കിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഷനാന ഓരോന്ന് ചെയ്യുന്നു, ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ ചില ക്ലയൻസ് ഉണ്ടാവില്ലേ, നമ്മൾ എത്ര കീനായിട്ട് എത്ര അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാലും ചിലർക്ക് ഒരു അതൃപ്തി ആയിരിക്കും എല്ലാത്തിലും. അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി നമ്മുടെ അടുത്ത് വരുന്ന ബ്രൈഡ്സ് അല്ലെങ്കിൽ കാഷ്വൽ ഡ്രസ് ആണെങ്കിലും ബ്രൈഡ്സ് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ 2-3 ഷോപ്പിൽ പോയിട്ടായിരിക്കാം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഈ മാം പറഞ്ഞ ആ സെയിം കംപ്ലൈൻസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞങ്ങൾ പറയുന്ന ഡിസൈൻസ് അവർക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ ഒരിക്കലും നമ്മളുടെ അടുത്ത് വരുന്ന ഇപ്പൊ എനിക്ക് 31 വയസ്സുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന ബ്രൈഡ്സ് ഒരു 25-26 ഏജിലുള്ളവരായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഈഗോ കാണിച്ച് മീൻസ് ഞാൻ കുറെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എനിക്കറിയാം എന്നുള്ള രീതിയിൽ നിൽക്കരുത്.
പിള്ളേരിപ്പോൾ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. ഉം. നമ്മൾ അവര് കൊണ്ടുവരുന്ന ഡിസൈൻസ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പുതിയ പുതിയ പാറ്റേൺസ് എൻ്റെ ഒരു ഉം. ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും പുതിയത് ചെയ്യാനാണ് ഇഷ്ടം. ഉം. കസ്റ്റമറിന് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തു ചെയ്തു കൊടുക്കുക. കൊടുക്കും. ഓക്കെ. അവരെ സാറ്റിസ്ഫൈ ചെയ്ത് വിടും. ബ്യൂട്ടിഫുൾ. ഓക്കെ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കഴിയുമ്പോഴും ഒരുപാട് പുതിയ പാറ്റേൺസും കാര്യങ്ങളും ഡിസൈൻസും എല്ലാം ന്യൂ 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 വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം കൾച്ചർ.ഇനും അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? അതെ. നിങ്ങളുടെ കടയിലെ ഓരോ സെലക്ഷൻ ആണെങ്കിലും കളക്ഷൻസിലൊക്കെ ആണെങ്കിലും എല്ലാം അല്ലേ? നമ്മൾ പുതിയ റെഡിമെയ്ഡ്സ് ആണെങ്കിലും ആ. നമ്മുടെ അല്ലാണ്ടുള്ള നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണെങ്കിലും എപ്പോഴും പുതിയത് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഓ, ഓക്കെ. അപ്പോൾ ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ബുട്ടീക്കിന്റെ തൊട്ടടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേറെയും ബുട്ടീക്സ് ഉണ്ടാവും, ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിലും ഓൺലൈനിലൂടെയും ആൾക്കാർ ഇന്ന് ഒരുപാട് ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇത്ര അധികം നമുക്ക് വേണ്ടത് ചുരിദാർ ആണെങ്കിലും സാരി ആണെങ്കിലും നമുക്ക് പല സ്ഥലത്ത് നിന്നും കിട്ടാനിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ക്ലയന്റ് കൾച്ചറിൽ തന്നെ വന്ന് വാങ്ങിക്കണം? എന്തായിരിക്കും അപ്പോൾ? നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ്, നമ്മുടെ ഫാബ്രിക് ഫീൽ ചെയ്ത കസ്റ്റമേഴ്സ് ഒരിക്കലും പിന്നീട് വരാണ്ടിരുന്നിട്ടില്ല, റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. മീൻസ് നമ്മുടെ ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള തുണി എല്ലായിടത്തും കിട്ടും, പക്ഷെ ഏറ്റവും പ്യുവർ ആയിട്ട് ഫൈനസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം പ്രീമിയം ഓൾവേസ് കംസ് വിത്ത് പ്രൈസ്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് ഒരു ലോ റേഞ്ചിൽ കിട്ടില്ല. പക്ഷെ ഞാൻ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ കസ്റ്റമേഴ്സിന് അതെങ്ങനെയും കൊടുക്കാൻ നോക്കും. അപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ നമുക്ക് അത്രയും ഹൈലി പ്രൈസ്ഡ് ആവാതെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കൾച്ചർ.ഇൽ വന്നാൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, ഗുഡ്. ഇവിടെ കൾച്ചറിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ കട്ടേഴ്സിന്റെ ഇടയിലോ അല്ലെ ടൈലേഴ്സിന്റെ ഇടയിലൊക്കെ അവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ലീവിന് പോയിട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കുറച്ച് ഡിലേ എന്തെങ്കിലുമൊക്കെ, നിങ്ങളുടെ ഇൻസൈഡ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം എന്തെങ്കിലും കാരണം ഏതെങ്കിലും ഒരു വർക്ക് നമുക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റായിക വരുമോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അർജന്റ് വർക്കൊക്കെ വരുമ്പം നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം കറക്റ്റ് ഡേറ്റിൽ കൊടുക്കും. മീൻസ് 1-2 ദിവസം നമുക്ക് ആ ഒരു ഡെഡ് ലൈൻ ആണെങ്കിൽ ഞാൻ നമ്മുടെ യൂണിറ്റ് എറണാകുളമാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഡയറക്റ്റ് ഞാൻ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ പൊതുവേ ഒരു ടൈലറിംഗ് സെന്ററിൽ നമ്മളൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമ്മൾ പറഞ്ഞ സമയത്തിന് മിക്കയിടത്തും നമുക്ക് കിട്ടില്ല. കാരണം അവർ ഓവർലോഡ് വർക്ക് എടുത്ത് വെക്കും, ഒരുപാട് കിട്ടുന്നതെല്ലാം അവരെടുത്ത് വെക്കും. അപ്പോൾ പറയുന്ന 10th ഒരാൾക്ക് ഒരു ഓർഡർ കൊടുക്കാം എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ 10th ചെല്ലുമ്പോൾ നമ്മളത് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ പല സ്റ്റിച്ചിങ് യൂണിറ്റ്സിലും പലർക്കും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഇന്ന് വരെയും കൾച്ചർ.ഇൽ വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ സമയത്ത് കൊടുക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങളിപ്പം ചിലരാണ് സീസണിലല്ലേ നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓവർലോഡ് വർക്ക് എടുത്ത് വെക്കും. അങ്ങനെയൊന്നും നിങ്ങളും ചെയ്യാറില്ല? നമ്മൾ ടൈം നോക്കിയിട്ടേ വർക്കേഴ്സ് അവൈലബിൾ ആണോ അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രമേ വർക്ക് എടുക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രമാണോ നിങ്ങൾ അവിടെ സ്റ്റിച്ച് ചെയ്യുക, അതോ പുറത്തുനിന്നുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആരെങ്കിലും? ഇല്ല, നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, അല്ലാതെ പുറത്തുനിന്നുള്ളത് എടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ സാരി ആണെങ്കിലും ഈവനിങ് വെയർ ആണെങ്കിലും ലെഹങ്ക ആണെങ്കിലും അവരുടെ ഇപ്പം ക്രിസ്ത്യൻ ബ്രൈഡ്സ് വരുവാണെങ്കിൽ അവരുടെ ഗൗൺ ആണെങ്കിലും എല്ലാം കൾച്ചർ.ഇൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ഓർഡർ നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്കുള്ള ഗൗണോ ലെഹങ്ക ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് മെഷർമെന്റ് ഓൺലൈൻ ത്രൂ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ എടുത്ത് നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നിങ്ങൾ ഷിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി ഈ പർച്ചേസിനൊക്കെ പോകുമ്പോൾ ആരാണ് ഷനാനയുടെ കൂടെ? ഒറ്റയ്ക്കാണ് പർച്ചേസ് എല്ലാം? അപ്പൊ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആണോ? ബോറടിക്കില്ല ഒറ്റയ്ക്ക് പോകും? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പർച്ചേസിന് പോകുന്നത്. ഓക്കെ. അപ്പൊ അതൊരു എന്താ പറയാ, സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവര് പറയുമായിരിക്കുമല്ലോ, മോളെ ഇനി പോയിട്ട് വരുമ്പോ എനിക്ക് ഇന്ന തരത്തിലുള്ളത് കൊണ്ടുവരണം, അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് വരുമ്പോ തന്നെ എന്നെ അറിയിക്കണം, ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ക്ലയൻസും ഉണ്ടാവില്ലേ? അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. മീൻസ് ചില സമയത്ത് നമ്മൾ തിരക്കാണെങ്കിൽ ഞാൻ അവരെ വിളിക്കാൻ മറന്നു പോകും. പർച്ചേസ് കഴിഞ്ഞ് വീഡിയോ ഇടുമ്പോഴായിരിക്കും അവര് കാണുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചൂടാവും, ഞങ്ങൾ എന്താ വിളിക്കാൻ, പുതിയ പ്രോഡക്റ്റ് വന്നിട്ട് അറിയിക്കാൻ എന്താന്ന് പറഞ്ഞിട്ട് ചൂടാവും. അങ്ങനെയുണ്ട്. കാരണം ചിലർക്കുണ്ടല്ലോ എന്റെ പോലത്തെ തന്നെ ഡ്രസ്സ് വേറൊരാൾ ഇടരുത്, കോമൺ ആവുന്ന ഡ്രസ്സ് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അവരാണല്ലോ കൂടുതലും ബുട്ടീക്സിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പം ഷനാന ഒന്ന് പർച്ചേസിന് പോയി എന്ന് അറിയുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും ഫ്രഷ് പീസ് എടുക്കാനൊക്കെ ആയിട്ട്. ഷനാനയുടെ
ബുട്ടീക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ കൾച്ചറിൽ ഇപ്പം ഒരേപോലത്തെ പ്രൊഡക്ട്സ് അപ്പം നിങ്ങൾ അധികം കീപ്പ് ചെയ്യില്ലേ? ഇല്ല, ഞാൻ ഒരു പാറ്റേണിലുള്ള ഒരു സെറ്റേ എടുക്കും. ഓ, റിപ്പീറ്റഡ് ആയിട്ട് എടുക്കില്ല. അതിന്റെ കളർ വേരിയേഷൻസ് മേ ബി ആ, ഉണ്ടാവും. കളർ വേരിയേഷൻസ് കാണും. ആ, റിപ്പീറ്റഡ് എടുക്കില്ല. എടുക്കില്ല. റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഞാൻ റീസ്റ്റോക്ക് ചെയ്യാറില്ല. ഓ, മീൻസ് പൊതുവേ ആ, നമ്മള് റിപ്പീറ്റഡ്ലി ആ സെയിം റിപ്പീറ്റഡ്. അതെ. വരാതിരിക്കാനായിട്ട്. ഇപ്പം ഒരാള് ഒരു കൂട്ടർ വന്നിട്ട് ഒരേപോലത്തെ, ഇപ്പൊ കസിൻസ് ഒക്കെ കല്യാണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ ഒരേപോലത്തെ വേണം എന്ന് പറയുവാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് അത് കൊടുക്കും. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ആ, അങ്ങനെ വേണമെങ്കിൽ ഒരേപോലത്തെ സാധനം അതെ. നിങ്ങൾ ചെയ്തു കൊടുക്കും അല്ലെ? ഇപ്പൊ ഏറ്റവും കൂടുതൽ കൾച്ചർ ഡോട്ടിൽ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു വർക്ക് നടക്കുന്നത് ബ്രൈഡലിൽ തന്നെയാണോ? ആ, ബ്രൈഡൽ ആണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ നമ്മളിപ്പോ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഉം, ഡെയിലി വെയർ ഉം. അങ്ങനെ. ഡെയിലി വേസ് ആണ് ഓൺ അതെ പ്രൊഡക്ഷൻ അതെ, ഓൺ പ്രൊഡക്ഷൻ കൂടുതലായിട്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, ഓക്കെ. അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൾച്ചറിൽ നിന്ന് വാങ്ങിക്കഴിയുന്ന ഏതൊരു ചുരിദാർ ആണെങ്കിലും സാരി ആണെങ്കിലും കളർ ഫെയ്ഡ് ആവുക, അല്ലെങ്കിൽ അതിനകത്തൊരു അതൊരു റെപ്ലിക്ക ആയിട്ടുള്ള ഒരു സംഭവമാണ്, അങ്ങനത്തെ ഒരു ഇല്ല, ഇഷ്യൂ വരില്ല. വരില്ല. അതിലൊക്കെ ഗ്യാരണ്ടീഡ് ആണ് അതെ. അല്ലേ? കളർ ഫെയ്ഡ് ഇപ്പൊ നമ്മള് പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് എപ്പോഴും നമ്മള് ഉം, അത്രത്തോളം അത് കെയർ ചെയ്ത് ഉം, നമ്മൾ കൊണ്ട് നടക്കണം. ഉം, ഇപ്പം മെഷീൻ വാഷ് ചെയ്യാൻ പാടില്ല. ഉം. ഹാൻഡ് വാഷ് മാത്രമേ പാടുള്ളൂ. പാടില്ല. ഒത്തിരി വെയിലത്തൊന്നും കൊണ്ടിടാൻ പാടില്ല. പാടില്ല. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് ഇത് അത് കെയർ നമ്മള് അതില് വെക്കും. വെക്കുന്നുണ്ടാവും, അതെല്ലാം പറഞ്ഞും കൊടുക്കും അല്ലേ? കൊടുക്കും. അപ്പൊ ഇനി എന്താണ് കൾച്ചർ ഡോട്ടിന്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാ കാണുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് ഇപ്പം സിറ്റീസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഉം, ഇവിടെ എല്ലായിടത്തും നമ്മുടെ ബ്രാൻഡ് കൊണ്ടുവരണം. ഉം, പിന്നെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട്. ഉം. അപ്പൊ അവര് പറയാറുണ്ട് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നല്ല ആക്റ്റീവ് ആണല്ലോ. മാത്രമല്ല നമ്മുടെയും കടയുടെയും തൊട്ടടുത്തൊക്കെ ഒരുപാട് ബുട്ടീക്സ് ഉള്ളു. അപ്പം അവിടെ എന്താണ് ലേറ്റസ്റ്റ് അറൈവൽ, ഇവിടുത്തെ ഇപ്പോഴത്തെ ഫാഷൻ എന്താണ്, ട്രെൻഡ് എന്താണ്, ഇതൊക്കെ എപ്പോഴും ഷനാനയും അപ് ടു ഡേറ്റ് ആയിട്ട് ശ്രദ്ധിക്കാറുണ്ടാവില്ലേ? ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു ഫോൾട്ടാണ് മാർക്കറ്റ് അനലൈസ് ചെയ്യാത്തത്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് പുതിയത് കൊണ്ടുവരുന്നത്, അതെ. അവരുടെ പ്രൈസിങ്, എല്ലാം നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ ഇപ്പോ വളരെ സക്സസ്ഫുൾ ആയിട്ട് 2 ഇയേഴ്സ് ആയിട്ട് ഷോപ്പും വിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഇപ്പൊ എന്താണ് വീട്ടുകാരും അന്നൊക്കെ ആദ്യം ഡിസ്കറേജ് ചെയ്തിരുന്നവരൊക്കെ ഇപ്പൊ എന്താ പറയണേ? ആക്ച്വലി എനിക്ക് സക്സസ്ഫുൾ എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് എൻ്റെ രീതിയിലുള്ള സക്സസ് എന്ന് പറയുമ്പം എനിക്ക് മുമ്പ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ എനിക്ക് 6 months ഉള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ വളർത്തിയത്. അപ്പോൾ പുള്ളിക്കാരി എനിക്കിപ്പം ലോകം കാണിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ രീതിയിൽ അതൊക്കെയാണ് എൻ്റെ സക്സസ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെ. അൽത്താഫ് ഹാപ്പിയാണോ? അതെ, ആണോ? ഹാപ്പിയാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ? അപ്പൊ എന്തായാലും അൽത്താഫിനെ പോലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഷനാനയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ ഇന്നിപ്പോ സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇന്നിപ്പോ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ബ്യൂട്ടിഫുൾ. അങ്ങനെയാണെങ്കിൽ ഷനാന ഇതേപോലെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താ അവരോട് ഷനാനയുടെ ഈ ഒരു ജേർണിയിൽ നിന്നും ഷനാന പഠിച്ച പാഠവും ആയിക്കോട്ടെ അവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അതെന്തായിരിക്കും? ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ് ഷോപ്പ് ഇപ്പൊ തുടങ്ങണ്ട, ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ്ട, മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്, ബിസിനസ് എപ്പോഴും റിസ്ക് ആണ്, റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല. അപ്പൊ എന്നോട് ഒരുപാട് പേര് അതിപ്പോ ബിസിനസ് എന്നല്ല അല്ലാണ്ട് ചെറുതിലേ തൊട്ട് എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും ഇപ്പൊ എന്നോട് വന്ന് പാർട്ട്ണർഷിപ്പ് ചോദിക്കുന്നവരുണ്ട്. എന്നെ മുമ്പ് മീൻസ് ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. അപ്പൊ എന്റെ സ്കൂളിൽ പഠിക്കുമ്പം ടീച്ചേഴ്സ് ആണെങ്കിലും കൂടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഇതൊന്നും എവിടെയും എത്താൻ പോണില്ല, വെറുതെ ആന്ന് പറഞ്ഞിട്ട് എന്നെ കഴിഞ്ഞ വർഷം ആണ് എന്റെ സ്കൂളിൽ നിന്ന് അവിടുത്തെ ED ക്ലബിന്റെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്, +2 സ്റ്റുഡൻസിന്. എന്തൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത്. അതെ. അന്ന് പറഞ്ഞോ അവിടെ ചെന്നപ്പോ ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ വിളിച്ചു, ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, അവർക്കൊരു ക്ലാസ് എടുക്കാനായിരുന്നു. അത് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ എന്നെ കളിയാക്കുന്നവരോട് റിവെഞ്ച് ചെയ്യാനോ തിരിച്ചു പറയാനോ നിൽക്കാറില്ല. ഈ കളിയാക്കലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ ആണ്. ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ, ഒരു പോസിറ്റീവായിട്ട്. എന്നെ നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുക, നമ്മൾ അവിടെ ഡൗൺ ആവാതെ നമുക്ക് എന്തൊക്കെയാണോ മാറ്റങ്ങൾ, നമ്മുടെ വീക്ക്നെസ് എന്താണോ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുക.
അപ്പൊ നമ്മള് വളരത്തേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ഡൗൺ ആയിട്ടൊന്നും ഒരു കാര്യമില്ല. വാവ്! ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ് കേട്ടോ. നമ്മുടെ എന്തെങ്കിലും ഇനി മറ്റുള്ളവർ കളിയാക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു കുറവ് നമ്മളിൽ ഉള്ളതാണല്ലോ. അതെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതെ, കോൺഫിഡൻസ് നമുക്ക് നമ്മള് ഗെയിൻ ചെയ്യാൻ നെക്സ്റ്റ് പറ്റും. ലെവല്, ഞാൻ എപ്പോഴും എന്നെ കളിയാക്കുമ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് ലെവല് വെച്ചോണ്ടേയിരിക്കും, ഉം. അല്ലാണ്ട് ഡൗൺ ആകാറില്ല. ഞാൻ ഇന്ന് വരെ കളിയാക്കൽ കേട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ റിവെഞ്ച് ചെയ്യണം, എന്നെ കളിയാക്കി അവരോട് റിവെഞ്ച്, അങ്ങനൊന്നുമില്ല. അത് നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്നാൽ. ഉം. നമ്മൾ ബെറ്റർ ആയാ മതി. ഓക്കെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയായിരുന്നു. ഇനി അതേപോലെ തന്നെ അതാണ് ഫസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. അതെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും അല്ലേ? അതെ അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇവരോട് പറയാനും ഉണ്ടാവുക. അതെ അതെ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് സക്സസിൽ നിൽക്കുന്നത്. ഉം. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഒരു വല്ലാത്തൊരു സെൽഫിനോട് ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. അതെ അതെ. ഇത്തരത്തിൽ ലൈഫിലെ ഏറ്റവും കൂടുതൽ നല്ല മൊമെന്റ്സ് തന്ന നിമിഷങ്ങൾ വേറെ ഏതൊക്കെയായിരിക്കും? ആ, എൻ്റെ ബിസിനസ് അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് എൻ്റെ പാർട്ട്ണറാണ്. ആ, പുള്ളിക്കാരൻ വന്നോണ്ടാണ് എനിക്ക് ഞാൻ ഇന്ന് ഇവിടെ ഇന്നിപ്പോ നിൽക്കാൻ. ഇതാവുന്നത് തന്നെ. ഇതിനിടയിൽ കോമ്പറ്റീഷൻ പല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ആ കോമ്പറ്റീഷന്റെ ഒപ്പം ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും അതിനിടയിൽ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ ഷനാന? ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരൊക്കെ ഉം. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വന്ന് പറയും, ആ ഷോപ്പിലെങ്ങും ഒന്നും കൊള്ളത്തില്ല, അപ്പുറത്തെ ഷോപ്പിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന്. അങ്ങനെ നമ്മളെ ആ, മീൻസ് നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ നോക്കാറുണ്ട് ഉം. നമ്മുടെ ചുറ്റിനുള്ളവര്. ഓക്കെ. അപ്പോ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു അതെ അല്ലേ? അതെ ഇനി ആ കുഞ്ഞു കുട്ടി 6th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ വീട്ടിലെ സ്ക്രീനിൽ 6th ആ ഫാഷൻ ഷോ കണ്ടു. അന്ന് ആ ഡ്രസ്സ് അട്രാക്ട് ചെയ്തെടുത്തു നിന്നുമാണ് ഇന്ന് ഈ ജേർണി ഇവിടെ വന്ന് അവസാനിച്ച് അതെ നിൽക്കുന്നത്. ഇപ്പോൾ സ്വന്തം പ്രൊഡക്റ്റും നിങ്ങൾ മേക്ക് ചെയ്ത് സെല് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇനി ഈ ഡിസൈനർക്ക് അതേപോലെ ടിവിയിൽ കണ്ട പോലെ കുറച്ച് മോഡൽസിലേക്ക് ഈ വേഷമൊക്കെ ഇട്ട് ഇതും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? ആക്ച്വലി ഞാനൊരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. ആഹാ! അതെവിടെ? എന്ന്? ക്രിസ്തു ജ്യോതി കോളേജ് ഹാ. ചങ്ങനാശ്ശേരി. ആഹാ. അവിടുന്ന് അവിടുത്തെ കോളേജിലെ സ്റ്റുഡൻസ് വന്നിട്ട് ഉം. ഇതുപോലെ ചോദിച്ചാൽ നമ്മുടെ ബുട്ടീക്കിൽ. ഓക്കെ. അങ്ങനെ അന്ന് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്തതും ഷനാന ഡിസൈൻ ചെയ്തു. തന്നെയായിരുന്നോ? അതെ, അവര് അന്നൊരു ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഉം. അപ്പൊ ഞാനാ ഡിസൈൻ ചെയ്തു കൊടുത്തത്. ഓക്കെ. അപ്പൊ ആ കുഞ്ഞു കുട്ടി കണ്ട ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തത് അതെ അല്ലേ? ഇവിടെ അങ്ങ് എത്തിപ്പെട്ടു. അപ്പൊ അതിൽ നിർത്താൻ പറ്റിയില്ലല്ലോ. ഇനി കണ്ടിന്യൂ ചെയ്യണ്ടേ? അതെ ഇനിയും അത്തരത്തിലുള്ള ഒരുപാട് ഷോസ് എന്തായാലും ഷനാനയ്ക്ക് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ നല്ല നല്ല മെമ്മറീസ്, നല്ല കുറേ നിമിഷങ്ങൾ, മൊമെന്റ്സ് ഒക്കെ ലൈഫിൽ ഇനി എല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോ ഷനാന ഹാപ്പിയാണ് അല്ലേ? അതെ എന്നാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ സ്വപ്നങ്ങൾ. അങ്ങനെ ഓൺലൈൻ ഓൺലൈൻ സ്റ്റോറായിട്ട് തുടങ്ങി, പിന്നെ ഒരു കടയിട്ടു. ഇപ്പോൾ ആലപ്പിയിൽ തന്നെ 2 കടകളിന്റെ ഓണറാണ്. ഇനി അത് പയ്യെ പയ്യെ ഇങ്ങനെ കേരളം മുഴുവൻ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലേ? ഉണ്ട്. ആണോ? ഉം. എന്തൊക്കെയാണ് മുന്നിൽ കാണുന്ന ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയണത് എന്താ? നമുക്കിനി ഇത് കുറച്ചും കൂടെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ഉം. പ്ലാനിങ് ഉണ്ട്, കേരളത്തിൽ തന്നെ. ആ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ്. നെക്സ്റ്റ് ലെവലിലേക്ക് വലിയ നമുക്കിപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ പറയും ബീന കണ്ണൻ ഷീമാട്ടി ഒരു ബ്രാൻഡ് ആക്കി വലിയ ടെക്സ്റ്റൈൽ ഷോ, അതുപോലെ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഒക്കെ ഡ്രീമിലുണ്ടോ? ഉണ്ട്. ആഹാ! അപ്പോ അതിനൊക്കെ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. എന്തൊക്കെ ലൈഫിൽ ഇപ്പൊ ഇത്രയും തന്നെയും ലൈഫിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസും എന്തൊക്കെ ഉം. ബുദ്ധിമുട്ടുകളും പല ഡിസ്കറേജ്മെന്റും ഇതെല്ലാം വന്നപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു ഷനാന. ഉം. അപ്പൊ പിന്നെ ഇനിയും ഈസി ആയിരിക്കും മുന്നോട്ടുള്ള യാത്രയെല്ലാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസും സെലക്ഷൻസും ഒക്കെ ആയിട്ട് culture.in നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഷനാന. താങ്ക് താങ്ക് യു യു. ഫോർ യുവർ ടൈം.